ഹലോ ഗൈസ്, എൻ സി ഗ്യാങ് ഇസ് ഹിയർ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് മഞ്ചേരിയിലൊരു വീട് എടുക്കലായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ പോയി. അപ്പോൾ പെരിന്തൽമണ്ണ എത്തി. അപ്പോൾ ഞങ്ങൾ ഈ കൊമ്പങ്ങാടും അതിൻ്റെ വീഡിയോ കണ്ടിട്ട് പെരിന്തൽമണ്ണയിലൊരു ലുലു ഉള്ള കാര്യം ലുലു അല്ല, സോറി, നെസ്റ്റോ ഉള്ള കാര്യം ഞങ്ങൾക്ക് ഓർമ്മ വന്ന്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നേരെ നെസ്റ്റോ പോയി. വഴിയൊന്നും അറിയില്ല, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോണേ. അങ്ങനെ നോക്കി അവസാനം ഞങ്ങൾ നെസ്റ്റോയിലെത്തി. ഗൈസ്, നെസ്റ്റോ 2 നിലയാണ്. മേലെ നെസ്റ്റോ ഫാഷനും താഴെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കയറിയിട്ട് ബാക്കി കാണാം. ഗൈസ്, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ ഓട്ടോയിലാണ് ഗൈസ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ കയറുന്നത് നെസ്റ്റോ ഫാഷനിലേക്കാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മേലെ നെസ്റ്റോ ഫാഷനും താഴെ ഹൈപ്പർ മാർക്കറ്റും. അപ്പോൾ ഞങ്ങൾ നേരെ പോണത് നെസ്റ്റോ ഫാഷനിലേക്കാണ് ഗൈസ്. ഞങ്ങൾ നെസ്റ്റോ ഫാഷനിൽ കയറി. ഇപ്പോഴത്തെ ട്രെൻഡിങ് വാച്ചുകളുണ്ട്, പിന്നെ സീന് ഡ്രസ്സുകളുണ്ട് ഗൈസ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്ക് ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ള ഒരു ടൈമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നെസ്റ്റോയിൽ ബിഗ് ബില്യൺ ഓഫർ നടക്കുന്ന ആ ടൈമായിരുന്നു ഞങ്ങൾ പോയത്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് നെസ്റ്റോ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ടൈം പോണ വഴി അറിയില്ല. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ 1 മണിക്ക് കയറിയിട്ട് 5 മണിയാകുമ്പോൾ എന്താണ് ഇറങ്ങിയത് ഗൈസ്. ഞങ്ങൾ നിറയെ എക്സ്പ്ലോർ ചെയ്ത് നെസ്റ്റോയിൽ. സീനായിരുന്നു നെസ്റ്റോ. അപ്പോൾ ഫുൾ ടോയ്സ്. ഞങ്ങൾ ടോയ്സിൻ്റെ സെക്ഷനിലായിരുന്നു. അപ്പോൾ പിന്നെ നേരെ പോയത് വീണ്ടും ടോയ്സ്. പിന്നെ അപ്പുറത്തെ ലഗേജ് കൊണ്ടുപോകാൻ പറ്റിയ ബാഗിൻ്റെ ആ ഒരു സെക്ഷനായിരുന്നു ഞങ്ങൾ പോയത്. പിന്നെ മിറേഴ്സിൻ്റെ സെക്ഷനിലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഫുട്ബോള്, ബൂട്ട്, അങ്ങനത്തെ സ്പോർട്സ്, പിന്നെ അതിൻ്റെ ഷൂവിൻ്റെ, പിന്നെയും ഡ്രസ്സ് തന്നെ. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഡ്രസ്സുകളാണ് ടോയ്സ്. നല്ല ആൾക്കാരും ഉണ്ട് ഇവിടെ, നല്ല തിരക്കും ഉണ്ട്. കണ്ട പൂവിൽ ഓരോന്ന് കാട്ടണേ. പിന്നെ ഈ ഗേൾസിൻ്റെ മുടിയിൽ ഇതാക്കണത്. പിന്നെ നിറയെ സംഭവങ്ങൾ ഗേൾസിൻ്റെ ഓരോ ഇതൊക്കെയാണ്. നമ്മുടെ ബോയ്സിൻ്റെ സെക്ഷൻ എത്തിയിട്ടില്ല ഗൈസ്, വെയിറ്റ്. പിന്നെ ലേഡീസിൻ്റെ ബാഗ്. പിന്നെ ഇതിൽ റാനിയാക്ക് ഇഷ്ടപ്പെട്ട ബാഗാത്രത് ഗൈസ്. പിന്നെ ബാഗുകൾ, ഇഷ്ടംപോലെ ബാഗുകളുണ്ട്. പിന്നെ ലേഡീസിൻ്റെ ചെരുപ്പുകൾ. നിറയെ സംഭവങ്ങളുണ്ട് ഗൈസ് നെസ്റ്റോയിൽ. ഒരു വലിയൊരു സംഭവമാണ് നെസ്റ്റോ. ഞങ്ങൾ ചെരുപ്പ് വാങ്ങാനൊക്കെ നോക്കി, പക്ഷെ ഇത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഈ ഹീലിടുമ്പോൾ ഒരുമാതിരി ഉണ്ട്, അതുകൊണ്ട് ഈ ചെരുപ്പ് ഞങ്ങൾ എടുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റിയത് ഞങ്ങളുടെ ബോയ്സിൻ്റെ ഇത്. പിന്നെ ബോളുകൾ, ടെഡീസ്, പിന്നെ മുണ്ട്, നിറയെ സംഭവങ്ങൾ. എന്തൊക്കെയോ സംഭവങ്ങൾ ഞങ്ങൾക്ക് പേര് പോലും അറിയാത്ത സംഭവങ്ങളാണ് ഗൈസ്. ഇവിടെ പില്ലോസ് ഉണ്ട്, നല്ല രസമുള്ള പില്ലോസ് ഉണ്ട്, ഒരു രക്ഷയില്ല. സീന് പില്ലോസ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫോണുകളുടെ സെക്ഷനിലേക്കാണ്. അവിടെ പോയി ഓരോ കുരുത്തക്കേട് കാട്ടണുണ്ടോ. ഫോണുകളുടെ ഈ ഓസിക്ക് വെച്ച ഫോണുകളൊന്നും എടുത്ത് കളിക്കാണ്ട് ഒരു മനസ്സമാധാനമില്ല ഗൈസ്. നിറയെ ഫോണുകൾ, ഐഫോൺ മാത്രം ഉണ്ടായിരുന്നില്ല. ഓപ്പോ, സാംസങ്, അങ്ങനെ നിറയെ ഫോണുകളുണ്ടായിരുന്നു, ലാപ്ടോപ്പുകളുണ്ടായിരുന്നു. ഞങ്ങൾ നെസ്റ്റോ ഫാഷൻ ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഈ ഫോണുകളുടെ അവിടെ. പിന്നെ ഞങ്ങൾ ഫാഷനിൽ നിന്നൊന്നും എടുത്തില്ല ഗൈസ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നെസ്റ്റോക്ക് വരാനേ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ പോണ വഴിക്ക് പിന്നെ ആ വീഡിയോ കണ്ടിട്ട് പെരിന്തൽമണ്ണയിൽ ഇങ്ങനെ ഒരു നെസ്റ്റോ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ കയറിയതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്നെയും അമീറിനെയും മിസ്സായി. 6-7 മിനിറ്റ് ഞങ്ങൾ ഇവരെ തപ്പി നടന്ന് മിസ്സിങ് ഒക്കെ ആയി. സീനെന്നെ. സമീറൊക്കെ നല്ല ടെൻഷൻ അടിച്ച്. ഞാൻ ഫോൺ വാങ്ങി വിളിക്കാമെന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ ഫോണും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫോൺ വാങ്ങി വിളിക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു ആരുടെയെങ്കിലും. പിന്നെ ഞങ്ങൾ നിറയെ തപ്പി അവസാനം കണ്ടുപിടിച്ച്. ഇല്ലെങ്കിൽ സീനൊന്നുമില്ല, ആരുടെയെങ്കിലും ഫോൺ വാങ്ങി പറഞ്ഞാൽ നമുക്ക് നേരെ വിളിക്കാം. പിന്നെ ഞങ്ങൾ ഫാഷനിൽ നിന്നൊന്നും വാങ്ങിയില്ല, ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങാൻ പറഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾ വിചാരിക്കണ പോലെയൊന്നുമല്ല ഗൈസ്, എല്ലാവരും ഭയങ്കര ഫുഡീസാണ്. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങാൻ പറഞ്ഞിട്ട്, ഫുഡ് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കണ പോലത്തെ ഫുഡുകളല്ല, എന്തെങ്കിലും സ്നാക്സോ ജ്യൂസോ അങ്ങനെയൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ പിന്നെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. കയറിപ്പോയതും ഉള്ളത് ഇതോടെ മറ്റേ ഡിഷ് വാഷറാണ് തോന്നുന്നു. ഡിഷ് വാഷറിട്ട് കഴുകൂലേ, ചകിരി പോലത്തെ സംഭവം. അത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു സംഭവങ്ങളുടെ പേരേ അറിയില്ല ഗൈസ്. ഒരുമാതിരിയാണ്. ഇവിടെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്, ഇതിൽ ഏതാ സാധനം എന്ന് അറിയണ്ടേ.
ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഒരു നല്ല വലിപ്പമുണ്ട്. പിന്നെ ഇവിടെ ഓരോ സംഭവങ്ങൾ എന്താണ് ലുലൂത്ത് മാതിരി ഇങ്ങനെ സ്പ്രേ ഒക്കെ നമ്മളിങ്ങനെ സാമ്പിൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ലുലൂത്ത് ടെസ്റ്റ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. ആ സ്പ്രേൻ്റെ അവിടെ തൊട്ടപ്പുറത്ത് സ്പ്രേ ആണ് ഗൈസ്. അതാ ട്രേ ഉണ്ട് ഗൈസ്. അവർ പറ്റിച്ചു. അവർ നമ്മളുടെ ലുലുവിലൊക്കെ പറഞ്ഞാൽ അടിക്കണ സംഭവമുണ്ട്, അവർ ആ സംഭവം ഊരി മണക്കാൻ മാത്രം പറ്റുള്ളൂ. പറ്റിച്ച് ഗൈസ്. നെസ്റ്റോ തേച്ച്. പിന്നെ അതാ മറ്റേ മൂത്ത് ഇങ്ങനെ പുട്ടിയൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ മുഖത്ത് വെക്കുമല്ലേ പെണ്ണുങ്ങൾ ഒരു 2-3 കിലോ പുട്ടിയൊക്കെ അടിക്കും മേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയത് വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ്. ഇഞ്ചി, ഉള്ളി, പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് പിന്നെ അതൊന്നും ഇതില്ല. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ നോക്കുന്നത് മെയിനായിട്ട് ഫുഡാണ്. ഈ വെജിറ്റബിൾസ് നമ്മുടെ ഇത് പറഞ്ഞാൽ നെസ്റ്റോ ഫുള്ളായിട്ട് കറങ്ങണം, അതാണ് ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഇതുവരെയും പാലക്കാട് ലുലുക്കനെ വന്നിട്ടുള്ളൂ. പിന്നെ വേറെ കുറേ ഹൈപ്പർ മാർക്കറ്റിലേക്കും. നെസ്റ്റോക്ക് ഞാൻ കാലുകുത്തണ ആദ്യമായിട്ടാണ്. പെരിന്തൽമണ്ണ എന്നല്ല, വേൾഡിലുള്ള എല്ലാ നെസ്റ്റോക്കും ഞാൻ കാലുകുത്തണ ആദ്യമായിട്ടാണ്. ഞാനെന്നല്ല, ഞങ്ങളെല്ലാവരും. പിന്നെ അതാ ഫ്രൂട്ട്സ് ഈ പച്ച കളർ സാധനം കണ്ടോ, ഇത് ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ചിലത് ഒരു കയ്പ്പുണ്ടായിരുന്നു. ചിലത് പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല കിട്ടും. ഞങ്ങൾക്ക് കിട്ടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം മാത്രം കുറച്ച് കയ്പ്പ്. പിന്നെ ഞങ്ങൾ ജ്യൂസിൻ്റെ അടുത്തേക്കാണ് പോയത്. നിറയെ ജ്യൂസ് എടുക്കാൻ തന്നെയായിരുന്നു. മൊത്തം കൺഫ്യൂസ്ഡാണ്. ഇപ്പോൾ ഏത് ജ്യൂസ് എടുക്കുക പറഞ്ഞിട്ട്. ഇവിടെ ഉണ്ടായിരുന്നത് അനാറും പിന്നെ കോൾഡ് കോഫിയും ഡ്രാഗൺ ഫ്രൂട്ടും ആപ്പിളും ആയിരുന്നു. ആപ്പിളും എന്തായാലും എടുക്കില്ല പറഞ്ഞിട്ടായിരുന്നു ആപ്പിള്. പിന്നെ അനാർ എടുക്കണോ, ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കണോ, വാട്ടർ മെലൺ എടുക്കണോ പറഞ്ഞിട്ടാണ്. വാട്ടർ മെലണും ഏകദേശം വേണ്ടതായി. പിന്നെ ഞങ്ങളെല്ലാവരും അനാറെടുത്തു. അമീർ മാത്രം കോൾഡ് കോഫി എടുത്തു. പിന്നെ ഞങ്ങൾ സോപ്പ് വാങ്ങി, ഡോക്ടർ വാഷ് പറഞ്ഞിട്ടുള്ള സോപ്പൊക്കെ വാങ്ങി. പിന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പൊളി ഗൈസ്. എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ നെസ്റ്റോ. സീരിയസ് ആയിട്ടാണ് പറയണേ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ടൈം പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് നേരെ പെരിന്തൽമണ്ണക്ക് വന്നോ. ഇവിടുന്ന് കുറേ സകലകല ബിരുദ കഴിവുകൾ അതൊക്കെയാണ്. പിന്നെ അതിൻ്റെ നമ്മൾ നേരെ പോയത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഞങ്ങൾ കഴിക്കില്ല ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ അതെടുത്തില്ല. പിന്നെ മുട്ടായി, ഓൾറെഡി ഞങ്ങളെല്ലാവരും നല്ല എരിവിൻ്റെ ആൾക്കാരാണ്. നല്ല മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുന്നതാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളിനി എരിവുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടായിരുന്നു. ഇവിടെ തേമുട്ടായോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, മധുരത്തോട് തീരെ താല്പര്യമില്ലാത്തവരാണ് ഞങ്ങളെല്ലാവരും. കട്ട എരിവ്. ഇനിയിപ്പോൾ മുളക് പൊടിയും ഉപ്പും വെറും ഉപ്പും മുളക് പൊടിയും തന്നാൽ അതും ഞങ്ങൾ വാങ്ങും. ഇതിൽ ഗൈസ് കവറുണ്ട്, പക്ഷെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ കവറില്ല, പ്ലെയിനായി വെച്ച പോലെ. എന്തോ മണമെന്നറിയോ. ഞങ്ങൾ ഇതവിടെ അരിയൊക്കെ ഞങ്ങൾ വെറുതെ കാണിക്കണമെന്ന് തന്നെ ഉള്ളൂ. അരിയൊന്നും വാങ്ങൂല വേറെ. പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിൻ്റെ അവിടേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഫുഡല്ല ഞാൻ പറഞ്ഞത്. അപ്പോഴേ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സ്നാക്സ്, അതാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതവിടെ ഫിഷിൻ്റെ സെക്ഷൻ എത്തി. പിന്നെ അതാ ജ്യൂസുകൾ. ഇതൊക്കെ എന്താ സംഭവങ്ങളെന്ന് മനസ്സിലായില്ല ഗൈസ്. മനസ്സിലായില്ല. പിന്നെ ഡ്രൈ ഫിഷ്, മറ്റേ ഉണക്കമീനില്ലേ, അതന്നെ, ഉണക്ക ചെമ്മീൻ, ഉണക്ക മാന്തൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ കോക്ക്, 7up അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ ഫിഷുകൾ, സീന് ഫിഷുകളായിരുന്നു. സുലോബി ഉണ്ടായിരുന്നു, ഫുൾ ഐസ് മൂടിയിട്ട്. എന്താ സംഭവം ഒന്നും ചില മീനുകൾ മനസ്സിലായില്ല. ഞാൻ പിന്നെ പറയണത് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതാ മീനെന്ന്, അതിൻ്റെ ഒരു ബലത്തിൽ പറയാണ്. അല്ലാണ്ട് എനിക്കും അറിയൊന്നുമില്ല, അത് വേറെ കാര്യം. സീന് ഫിഷുകളായിരുന്നു. അവിടെ മറ്റേതൊക്കെ ഉണ്ട്, ഐക്കോറ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ അവിടെ നിറയെ മീനുകളുണ്ട്, സ്രാവും അങ്ങനത്തെയൊക്കെ. എനിക്കിതിൽ മനസ്സിലായത് സുലോബിയും പിന്നെ ആ മുക്കിൽ ചെമ്മീനുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ചിക്കൻ്റെ അടുത്തേക്കാണ് ഗൈസ്. നല്ല ഫ്രഷ് ചിക്കൻ. നിങ്ങളുടെ ഗ്യാങ്ങിലും കുറേ കോഴി ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അവരിനെയൊക്കെ ഇതിൻ്റെ അടിയിൽ അങ്ങോട്ട് എഴുതി വിട്ടോ കമൻറ്റിൽ. കടക്കട്ടെ. നല്ല ഫ്രഷ് കോഴികൾ, നല്ല ഫ്രഷ് കോഴികൾ.
പിന്നെ ഞങ്ങൾ പോയത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉപ്പിലിട്ട സാധനങ്ങൾ. ഞങ്ങൾ ഇവിടുന്ന് ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ നല്ല പ്ലാൻ ഉണ്ട്, ചിലപ്പോൾ എടുക്കും, നോക്കട്ടെ പറഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ പോരാ, അവരും വാങ്ങിത്തരണം, കാരണം ക്യാഷ് അവരുടെ അടുത്താണ്. ഇതവിടെ വെളിച്ചെണ്ണ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് മാങ്ങയും ഗുവിയും പൈനാപ്പിളും എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ്സിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. ഇതിലേതിലും മേടിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പറഞ്ഞു എന്തായാലും പോകുകയല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ബർഗർ തിന്നു. ഓരോ ബർഗർ കേട്ടോ, ചിക്കൻ ബർഗർ ജസ്റ്റ് തിന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇതാ വേറെ ജ്യൂസുകളാണ്, മാസിയും അങ്ങനത്തെ കുറേ ജ്യൂസുകളുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ഗൾഫിലൊക്കെ ഉണ്ടാവണ പാലില്ലേ, അത് കണ്ടപ്പോൾ രസമുണ്ട് തോന്നി, അപ്പോൾ അതിനെ എടുത്തു. അതിനെ ഞങ്ങൾ ബർഗർ ഒന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ബർഗർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുക, കാണുന്നതൊക്കെ ഓരോ മാതിരി. ഇതാ ഇവിടെ നല്ല ഓഫർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബില്യൺ ഓഫറിലാണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് ഭാഗ്യത്തിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഡ്രീം കേക്ക് 159 ഞങ്ങൾ 2 എടുത്തു ഗൈസ്. സീന് ടേസ്റ്റ് ആയിരുന്നു ഡ്രീം കേക്ക് പറഞ്ഞാൽ. പിന്നെ നിറയെ കേക്കുകളുണ്ട്. ഞങ്ങൾക്ക് ഈ കേക്കൊന്നും അത്ര ഒരു ഇതില്ല, ഐസ്ക്രീം കേക്ക്സ് ആണിത്. ഇതാ നിറയെ കേക്കുകളുണ്ട്, പീസ് കേക്ക് അങ്ങനത്തെ നിറയെ സംഭവങ്ങളുണ്ട് ഗൈസ്. ഇതാ പുട്ടുപ്പൊടിയും റവയും, ഇതാ മറ്റേ പാല്, മോര്, തൈര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഗൈസ് ഇവിടുത്തെ ഫ്രിഡ്ജ് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത അതിന് ഡോറില്ല ഗൈസ്, അത്രേ ഉള്ളൂ. പിന്നെ അതാ ഞങ്ങൾ ഒരു യോഗട്ട് എടുത്തു, എന്താണ് മിൽമൻ്റെ, ഇതാ ചേച്ചിയാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ പോയത് വീണ്ടും ജ്യൂസിൻ്റെ സെക്ഷനിലേക്കാണ്. അതവിടെ ഇഷ്ടം പോലെ ജ്യൂസുകളുണ്ട് ഗൈസ്. റിയലിൻ്റെയും കെവിൻസിൻ്റെയും ആ സംഭവം എനിക്ക് ഫുള്ളായി പേരൊന്നും അറിയില്ല കേട്ടോ, ആരും അറിയണ്ട. കെവിൻസിൻ്റെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഇവിടുന്ന് ഇതാ ഈ സംഭവം എടുത്തു. ഇതാ ബദാം മിൽക്ക് എടുക്കാൻ നിന്നു, ബട്ട് ഞങ്ങൾ എടുത്തില്ല ഗൈസ്, കാരണം ബദാം മിൽക്ക് അത്ര ആർക്കും ഇഷ്ടമല്ല. പിന്നെ അവിടെ വെച്ചു. പിന്നെ ഞങ്ങൾ ഇതാ നിറയെ സംഭവം, കരിക്ക് ഫുൾ കൂടുതലുള്ളത് പറഞ്ഞാൽ മറ്റേ മാംഗോൻ്റെ സംഭവം ഉണ്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം അവിടുന്ന് ഒരു കൊക്കക്കോളൻ്റെ 0 ഷുഗർ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഐസ്ക്രീംസിൻ്റെ സെക്ഷനിലേക്കാണ്, സോറി ഗൈസ്, ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്കാണ്. അവിടെ മിൽമൻ്റെ വാനില, മാംഗോ, സ്ട്രോബെറി ഈ 3 100 രൂപ, 194 രൂപേൻ്റെ സാധനമാണ്, 100 രൂപ. ആ ഒരു 2 ഞങ്ങളെടുത്തു. പിന്നെ ഇതാ കൊക്കക്കോളയും കുടിക്കണമുണ്ടല്ലോ, ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബില്യൺ ഓഫറിൽ പോയത് പറഞ്ഞ ആൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, എല്ലാ സാധനങ്ങൾക്കും നല്ല വില കുറവുണ്ട്. അവിടെ ആ ടൈമിൽ പോയവർക്കൊക്കെ ഭാഗ്യം പറഞ്ഞാൽ ഭാഗ്യം, കാരണം എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം എന്നല്ല നല്ല വില കുറവ് പറഞ്ഞാൽ ബിഗ് ബില്യൺ ഓഫർ ഇതായിരുന്നു ഗൈസ്. ഇതാ സീനി മിഠായികൾ ഞങ്ങൾ പോയത്, പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട മിഠായികൾ. ഇതാ ഞങ്ങൾ ഒരു സിൽക്ക് എടുത്തു, ഞാൻ ഒരു സിൽക്ക് എടുത്തു, അവനൊരു സിൽക്ക് എടുത്തു എൻ്റെ കണ്ടിട്ട്. പിന്നെ സ്കൂളിലേക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് 2 ഗാലക്സി എടുത്തു, അവനും അതേമാതിരി എടുത്തു. ഞാൻ എടുക്കണതൊക്കെ അതിലെടുക്കും. അമീർക്ക് പിന്നെ മുട്ടായികൾക്ക് താല്പര്യമില്ല, അത് ആ ടൈപ്പല്ല, അവൻ്റെ പല്ലു പോയിട്ട് ആ ഒരു ഇതാണ്. ചെറുപ്പം 2 വയസ്സ് ആ ടൈം തൊട്ടിട്ട് മുട്ടായി തിന്ന് അവൻ്റെ പല്ലൊക്കെ പോയി. പിന്നെ ഇതാ കിറ്റ്കാറ്റ് ഞാൻ ഒരു ഫാമിലി പാക്കിൻ്റെ ഒരെണ്ണം എടുത്തു. പിന്നെ ഈ കിൻഡർ ഇതും ഞാനെടുത്തു. ഇവൻ മിൽക്കി ബാർ ഇവൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു 2. കിൻഡറിൻ്റെ ഞാൻ എടുത്തില്ല ഗൈസ്, കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സാധനം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തിന്നിട്ടുണ്ടാവും ഒരു വട്ടം. പിന്നെ കിറ്റ്കാറ്റിൻ്റെ 2 എടുത്തു. പിന്നെ ലാസ്റ്റ് ബില്ലടിക്കാൻ പോയപ്പോഴാണ് കുനാഫ കണ്ടത്, അപ്പോൾ ഞാൻ നേരെ കുനാഫി എടുത്തു. പിന്നെ അതാ ബില്ലെടുത്ത് എല്ലാ സാധനങ്ങളും ഫസ്റ്റ് വെച്ച് ലാസ്റ്റിക്കാണ് ഈ പൊട്ടത്തി. പിന്നെ ഈ പൊട്ടത്തി റാനിയാണ് വീഡിയോ എടുത്തത് ഗൈസ്. ഇവൾക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ, എല്ലാം ഫസ്റ്റിക്ക് എടുക്കണതാണ്. പിന്നെ അതാ ബില്ല്, ഞാൻ ബില്ല് കാട്ടണ കണ്ടപ്പോൾ ആദിലിനും ബില്ല് കാട്ടാനൊരു പൂതി, പിന്നെ അവനും ബില്ല് കാട്ടി ഗൈസ്. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഐസ്ക്രീം ഒരെണ്ണം സെഞ്ചിയിലുണ്ട് കേട്ടോ, 2 എടുത്തത് അവിടെ ഐസ്ക്രീം. ബില്ല്. പിന്നെ ഞങ്ങൾ വണ്ടിക്ക് തന്നെ പോയി ഗൈസ്. 5 മണിയായി, ഞങ്ങൾ 1 മണിക്ക് കയറിയിട്ട്, ടൈം ഓണം വഴി അറിയില്ല. ഞങ്ങൾ വീടിരിക്കലിന് ഫുഡും കഴിച്ചിട്ട് നേരെ വന്നു. 5 മണി, എന്താ പറയുക, ടൈം പോയൊരു വഴിയേ. പിന്നെ
ഞങ്ങൾ വണ്ടിയിൽ പോയി ഇതാണ് ഞങ്ങളുടെ വണ്ടി ഓട്ടോ. കുട്ടി അതുൽ ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഞങ്ങൾ ഊട്ടി വരെ പോയ വണ്ടിയാണ്. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഐസ്ക്രീം വാങ്ങി, ബട്ട് അവർ സ്പൂണ് തന്നില്ല. ഞങ്ങൾ പിന്നെ എങ്ങനെ നക്കി കഴിക്കാൻ പറ്റുമോ? അവർക്ക് ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ. പിന്നെ അത് അടുത്തൊരു ടെക്നോളജിയാണ്. അവിടെ ഒരു ഫോർച്യൂണറിൻ്റെ മേലെ മറ്റേ ബാറ്റ്മാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണ്. അയാൾ അതിലും വലിയ അന്തം കമ്മി. പിന്നെ ഞങ്ങൾ പോയി അതിന് ഞാൻ പറയണേ, ഐസ്ക്രീം വാങ്ങി ബട്ട് ഒരു സ്പൂണ് തന്നില്ല. ഞങ്ങൾ പിന്നെ ഈ കൊക്കക്കോളൻ്റെയും എല്ലാത്തിൻ്റെയും കുപ്പികളും, കൊക്കക്കോളൻ്റെ കുപ്പിയും പിന്നെ അതിൽ നിറയെ ജ്യൂസ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുപ്പിയും എല്ലാം പാടെ എടുത്ത് അതൊക്കെ മുറിച്ച് അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് കോരി തിന്നേണ്ട അവസ്ഥ വന്നു ഞങ്ങൾക്ക്. വേറെ വഴിയില്ല, നക്കി തിന്നാനും പറ്റില്ലല്ലോ. ഇത് ഷെയ്ക്ക് ചെയ്ത് കുടിക്കാൻ പറഞ്ഞു. നല്ല ടേസ്റ്റ് ആയിരുന്നു. സത്യം പറയാലോ, അനാറാണെന്ന് അറിയണില്ല സത്യത്തിൽ. അവൻ കോൾഡ് കോഫിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും കോൾഡ് കോഫി ഇഷ്ടമല്ല. അവനാണെങ്കിൽ കോൾഡ് കോഫി ലവറാണ്. പിന്നെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഈ ജ്യൂസ് കുടിച്ച പെണ്ണുങ്ങളുടെ റിയാക്ഷനാണ് ഇത്. നമ്മുടെ ആണുങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ കുടിക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, പിന്നെ ഇത് മഞ്ചേരിത്തെ സ്റ്റേഡിയമാണ് ഗൈസ്. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലവ് യു ആൻഡ് ബൈ ഗൈസ്.